പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ അന്തരീക്ഷത്തിന് അയവ് വരുത്താൻ മധ്യസ്ഥ ശ്രമങ്ങളുമായി പാകിസ്ഥാൻ. ഇതിന്റെ ഭാഗമായി പാക് സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ ഉടൻ തന്നെ സൗദി അറേബ്യയും അമേരിക്കയും സന്ദർശിച്ച് ഇറാന്റെ നിർണായക സന്ദേശം കൈമാറുമെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം ഇസ്ലാമാബാദിലെ പാക് സൈനിക ആസ്ഥാനത്തെത്തി ഇറാനിയൻ ആഭ്യന്തരമന്ത്രി എസ്കന്ദർ മൊമേനി അസീം മുനീറുമായി 50 മിനിറ്റോളം അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തിയിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് മുജതബ ഖമനേയി നൽകിയ രഹസ്യ സന്ദേശം അദ്ദേഹം പാക് സൈനിക മേധാവിക്ക് നേരിട്ട് കൈമാറി. മേഖലയിലെ സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനായി ഇരു നേതാക്കളും പുതിയ മധ്യസ്ഥ ചട്ടക്കൂടിനെ കുറിച്ച് സംസാരിച്ചതായി സുരക്ഷാ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. ഇസ്ലാമാബാദ് ധാരണാപത്രത്തിലെ പാകിസ്ഥാന്റെ നിലപാടിനെ ഇറാൻ പ്രശംസിച്ചു. മേഖലയിൽ സമാധാനം ഉറപ്പാക്കാൻ പാകിസ്ഥാന് വലിയ പങ്കുവഹിക്കാനാകുമെന്ന് ഇറാനിയൻ പ്രതിനിധികൾ വ്യക്തമാക്കി. ഇറാൻ ഇസ്രയേൽ US തർക്കങ്ങൾ പരിഹരിക്കാൻ ഘടനാപരമായ മധ്യസ്ഥ പ്രക്രിയയ്ക്ക് രൂപം നൽകുകയാണ് കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം. നയതന്ത്ര ചർച്ചകൾക്ക് പുറമെ പാകിസ്ഥാൻ ഇറാൻ അതിർത്തിയിലെ സംയുക്ത സുരക്ഷാ ക്രമീകരണങ്ങളും ഇരുവരും വിലയിരുത്തി. പശ്ചിമേഷ്യയിൽ ഒരു മധ്യസ്ഥനായി പ്രവർത്തിക്കാൻ സന്നദ്ധത അറിയിച്ച പാകിസ്ഥാൻ വരും ദിവസങ്ങളിൽ US-ഉമായും സൗദിയുമായും കൂടിക്കാഴ്ച നടത്തി ഇറാനും അമേരിക്കയും തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകൾക്ക് കളമൊരുക്കാൻ ശ്രമിക്കും. ഈ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം ഇറാന്റെ പരമോന്നത നേതാവായ മുജതബ ഖമേനിയിൽ നിന്നുള്ള രഹസ്യ സന്ദേശം നേരിട്ട് കൈമാറുകയും പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ടുള്ള മധ്യസ്ഥതയ്ക്കായുള്ള പുതിയ ചട്ടക്കൂടിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യും. ഇറാൻ, ഇസ്രയേൽ, അമേരിക്ക എന്നിവർ ഉൾപ്പെട്ട മാസങ്ങൾ നീണ്ട ഏറ്റുമുട്ടലിനെ തുടർന്ന് മേഖലയിൽ വൻ അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ സുപ്രധാന നീക്കം. പ്രാദേശിക നയതന്ത്രത്തിന് പുറമെ ഉഭയകക്ഷി സുരക്ഷാ സഹകരണം, പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഇറാൻ അതിർത്തിയിലെ ഫലപ്രദമായ അതിർത്തി സംരക്ഷണം എന്നിവയും ഇരുപക്ഷവും ചർച്ച ചെയ്തു. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഒരു മധ്യസ്ഥനായി പ്രവർത്തിക്കാനുള്ള തങ്ങളുടെ സന്നദ്ധത പാകിസ്ഥാൻ ആവർത്തിച്ചു. വരും ദിവസങ്ങളിൽ ഫീൽഡ് മാർഷൽ അസീം മുനീർ ഇറാനിയ നേതൃത്വത്തിന്റെ സന്ദേശം അമേരിക്കയുമായി ചർച്ച ചെയ്യുമെന്നും സുരക്ഷാ വൃത്തങ്ങൾ അവകാശപ്പെടുന്നു. US-ഉം ഇറാനും തമ്മിലുള്ള ചർച്ചകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വിപുലമായ നയതന്ത്ര ശ്രമങ്ങളുടെ ഭാഗമായി അദ്ദേഹം സൗദി അറേബ്യയും അമേരിക്കയും സന്ദർശിക്കാനും സാധ്യതയുണ്ട്. അതേസമയം അയൽ രാജ്യങ്ങൾക്കിടയിൽ സമാധാനത്തിന് ശ്രമിക്കുമ്പോഴും സ്വന്തം രാജ്യത്തിനകത്ത് വർദ്ധിച്ചുവരുന്ന തീവ്രവാദ ആക്രമണങ്ങൾ പാകിസ്ഥാനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്രപരമായ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും പാകിസ്ഥാനിലെ ആഭ്യന്തര സുരക്ഷയും സാമ്പത്തിക വെല്ലുവിളികളും പ്രധാന ചർച്ചാ വിഷയമായി തുടരുകയാണ്. ഇറാനും US-നുമിടയിൽ മുൻപും മധ്യസ്ഥത വഹിച്ച് താൽക്കാലിക വെടിനിർത്തലിന് കളമൊരുക്കിയ ചരിത്രം പാകിസ്ഥാനുണ്ട്. മുൻപ് ഒപ്പുവെച്ച ഇസ്ലാമാബാദ് ധാരണാപത്രം പൂർണ്ണമായി തകർന്നു പോകാതെ സംരക്ഷിക്കാനാണ് പാകിസ്ഥാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. മധ്യസ്ഥ ചർച്ചകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തന്നെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കുന്നതാണ്. അതിനായി ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുക എന്നതാണ്. ലോകത്തിലെ ക്രൂഡ് ഓയിലിന്റെ പ്രകൃതിവാതകത്തിന്റെ വലിയൊരു പങ്ക് കടന്നുപോകുന്ന പാതയാണ് ഹോർമുസ് കടലിടുക്ക്. ഇറാനും US-ഉം തമ്മിലുള്ള സംഘർഷം കാരണം മേഖലയിലെ ഗതാഗതം തടസ്സപ്പെടുകയും ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില ഗണ്യമായി ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഈ കടലിടുക്ക് വീണ്ടും തുറക്കുന്നതും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കുന്നതുമാണ് മധ്യസ്ഥ ചർച്ചകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പാകിസ്ഥാൻ തനിച്ചു മാത്രമല്ല ഈ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഖത്തർ, തുർക്കി, ഈജിപ്ത് എന്നീ രാജ്യങ്ങളുമായി സഹകരിച്ചാണ് പ്രവർത്തനം. സംഘർഷം താൽക്കാലികമായി അവസാനിപ്പിക്കുന്നതിന് 10 ദിവസത്തെ നിർണായക വെടിനിർത്തൽ നിർദ്ദേശമാണ് ഈ മധ്യസ്ഥ സംഘം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പാശ്ചാത്യ രാജ്യങ്ങൾക്കും ഇസ്ലാമിക ലോകത്തിനുമിടയിൽ ഒരേ സമയം സംസാരിക്കാൻ കഴിയുന്ന ചുരുക്കം രാജ്യങ്ങളിലൊന്നായി മാറുക വഴി തങ്ങളുടെ നയതന്ത്ര ശേഷി വർദ്ധിപ്പിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുകയാണ്. സൗദി അറേബ്യ അടക്കമുള്ള സഖ്യരാജ്യങ്ങളിൽ നിന്ന് സാമ്പത്തിക സഹായങ്ങളും കടാശ്വാസങ്ങളും വേഗത്തിലാക്കാൻ പാകിസ്ഥാൻ ഈ നയതന്ത്ര സ്വാധീനം അത്യാവശ്യമാണ്. വാഷിംഗ്ടണും ഇറാനും തമ്മിലുള്ള ധാരണാപത്രത്തിലെ വാചകങ്ങളുടെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങളാണ് നിലവിലെ ഏറ്റുമുട്ടലുകൾക്ക് കാരണം. സൈനിക നടപടികൾ പൂർണ്ണമായി അവസാനിപ്പിക്കാൻ ഇരുപക്ഷവും കർശന ഉപാധികൾ വയ്ക്കുന്നുണ്ട്. ഗൾഫ് മേഖലയിലെ സംഘർഷം കനത്തതോടെ ബഹ്റൈൻ, കുവൈറ്റ്, റിയാദ് തുടങ്ങിയ മേഖലകളിലും സുരക്ഷാ ഭീഷണികളും കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങളും വർദ്ധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.